തിരുവനന്തപുരത്തും നീണ്ടകരയിലും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ 10ാം ദിവസത്തിലേക്ക്. പ്രതികൂല കാലാവസ്ഥയാണ് തെരച്ചിലിനിപ്പോൾ വെല്ലുവിളിയാകുന്നത്. കാണാതായവർക്കായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ വ്യാപകമാക്കും. രാമേശ്വരം ഭാഗത്തേക്ക് തെരച്ചിൽ നടത്തണമെന്നാണ് ജോണിന്റെ കുടുംബത്തിന്റെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ ആശ്വാസവാക്കുകളല്ല തങ്ങൾക്ക് വേണ്ടതെന്നും കടൽ മക്കളെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കടപ്പുറത്ത് പോകണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ ജിജിയോട് സംസാരിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. ജിജിക്ക് മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയോട് മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടോ? അദ്ദേഹം ആദ്യം ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു. എങ്കിലും കടൽ തീരത്തെ ആക്ഷേപിച്ചതിനോ അല്ലെങ്കിൽ കടൽ തീരത്തിനെ ഞാനത് ഇതിനു മുമ്പ് ഉന്നയിച്ച കാര്യമാണ്. അദ്ദേഹം അതിനൊരു സോറിയോ അല്ലെങ്കിൽ ഒരു മാപ്പോ പറയാനത് കൂട്ടാക്കിയില്ല. എങ്കിലും ഒരു സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നെന്ന് നമുക്കൊരു അഷ്യൂറിറ്റി തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ഒരു സൊല്യൂഷൻ, ഞങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് എന്നുള്ളൊരു സൊല്യൂഷൻ കേൾക്കാൻ തയ്യാറായില്ല. മേ ബി അദ്ദേഹത്തിന്റെ സമയപരിധി കാരണമായിരിക്കാം. അദ്ദേഹം 4 മിനിറ്റോളം സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാണ് ഉണ്ടായത്. അതായത് ജിജി സംസാരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നോ ഈ 4 മിനിറ്റിനുള്ളിൽ? അദ്ദേഹം ഞാൻ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്തു. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാലേ നമുക്ക് അതിന്റേതായിട്ടുള്ള റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതൊന്നും ചോദിച്ചില്ല നമ്മളോട്. നിങ്ങളെ കേൾക്കാനായിട്ട് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല? ഇല്ല, എന്നോട് ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അത് ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ നടപടികളും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടിട്ടില്ല. അതാണ് ആക്ച്വലി കേൾക്കേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് വെറും ആശ്വാസവചനങ്ങളല്ല. അത് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. ഒരു അപകടം വരുമ്പോൾ, കടലിൽ ഒരു അപകടം വരുമ്പോൾ 31-ാം തീയതി നടക്കുന്ന അപകടത്തിന് വിളിച്ച് തിരക്കാനും വേണ്ടിയിട്ട് ഇത്രയും സമയമെടുത്തു. 8-ാം തീയതി വരെ എടുത്തു. അപ്പം അതിനുശേഷം ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇന്ന് നമ്മളെ അനിയനെ ഫോൺ വഴി കോൺടാക്ട് ചെയ്യുകയുണ്ടായി. എവിടെ സെർച്ച് വേണമെന്ന് ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി. ഈ സെർച്ചിന്റെ കാര്യം ഈ രാമേശ്വരം ഭാഗത്ത് തമിഴ്നാട്, കാരണം അടിയൊഴുക്ക് അവിടെയാണ്. അപ്പം ആ ഭാഗത്തോട്ട് തന്നെ വേണമെന്നുള്ളത് ഞങ്ങൾ കളക്ടറേറ്റിൽ പോയപ്പോഴേ പറഞ്ഞതാണ്. അത് ഇതുവരെ ആ ഏരിയയിൽ കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം ഇങ്ങനെ ചോദിക്കാൻ ഉണ്ടായത്. വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നവരോട് തിരിച്ച് ചോദ്യം ചോദിക്കാതെ കൃത്യമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് ജോണിന്റെ മകൾ ജിജി ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.